Hello friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ എക്സൽ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് നമുക്കൊരു ഡാറ്റ എൻട്രി ഫോം ഈ ഒരു എക്സൽ ഫയലിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ എക്സൽ ഫയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ എൻട്രി ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോർമലി എന്താ വേണ്ടത്, ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി കുറച്ച് ഹെഡിങ്സ് വേണം. അപ്പോൾ നമുക്ക് കുറച്ച് നോർമൽ ആയിട്ടുള്ള ഹെഡിങ്സ് ഞാൻ കൊടുക്കുകയാണ്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ആൻഡ് ഫോൺ നമ്പർ. അങ്ങനെ ഒരു 4 ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഹെഡിങ്സിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡാറ്റ എൻട്രീസ് ഫോം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടും ഫോം നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ടേബിൾ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സെൽസ് സെലക്ട് ചെയ്യുക. ഇൻസെർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. ടേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ഫീൽഡിൽ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ടാകും. അതിൽ നമ്മുടെ ഹെഡിങ്സ് ഓൾറെഡി ഇൻക്ലൂഡ് ആയതുകൊണ്ട് ഈ ചെക്ക് ബോക്സ് മാർക്ക് ചെയ്തേശം ഓക്കെ കൊടുക്കുക. സോ അപ്പോൾ നമുക്ക് ടേബിൾ ഫോർമാറ്റിൽ ഈ സംഭവം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഫോം, ഡാറ്റ എൻട്രി ഫോം ആണ് വേണ്ടത്. ഡാറ്റ എൻട്രി ഫോമിന് ഒരു അഡീഷണൽ ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക, മോറിൽ പോവുക, അവിടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് റിബൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് പോവുക. അവിടെ പോപ്പുലർ കമന്റ്സ് മാറ്റിയിട്ട് കമന്റ്സ് നോട്ട് ഇൻ ദ റിബൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് എടുക്കുക. ഇതിൻ്റെ അകത്തൊരു ഫോംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിച്ചെടുക്കുക. ഇത് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഫോംസ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. സോ ഫോംസ് എടുക്കുക. ഫോംസ് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇറർ മെസ്സേജ് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ ടാബ്സിൽ ഇൻക്ലൂഡ് അല്ല. അതുകൊണ്ട് നമ്മൾ ഒരു ന്യൂ ടാബ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ടാബ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് റീനെയിം ചെയ്തിട്ട് ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുക്കുകയാണ്. നെയിം കൊടുത്തിട്ട് ഈ ഫോംസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. സോ ആഡ് ആയിട്ടുണ്ട്. ഈ ന്യൂ ഗ്രൂപ്പ് ഞാൻ റീനെയിം ചെയ്യുന്നതിന് ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ഫോം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. നമുക്കിവിടെ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫംഗ്ഷൻ വന്നിട്ട് മനസ്സിലായി. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെഡിങ് സെലക്ട് ചെയ്യുക. ഡാറ്റ എൻട്രി ഫോംസിൽ ഒരു ഫോംസ് ചൂസ് ചെയ്യാം. കണ്ടോ, ഡാറ്റ എൻട്രി ഫോംസ് നോർമലി ഒരു ഫോം ആയിട്ട് നമുക്ക് വന്നു. ഇതെങ്ങനെ എൻട്രി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടാബ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ടാബിലോട്ട് പോകും. സെക്കൻഡ് നെയിം കൊടുക്കുക. ഇമെയിൽ അഡ്രസ് എന്ന് പറയുന്നത് എന്താ, അത് നമുക്ക് ആവശ്യമുള്ള ഇമെയിൽ അഡ്രസ് കൊടുക്കുക. ഈ ഫോൺ നമ്പർ എന്ന് പറയുന്നത് എന്താണോ ആ ഫോൺ നമ്പർ കൊടുക്കുക. എൻട്രി ചെയ്യുക. സോ കണ്ടോ, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായിട്ട് വന്നു, നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് വന്നു കഴിഞ്ഞു. ഇനി അതുപോലെ അടുത്ത ആളുടെ ഡേറ്റ കൊടുക്കാം. എബിൻ തോമസ്, ലാസ്റ്റ് നെയിം എ തോമസ് @gmail.com. ഫോൺ നമ്പർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഫോൺ നമ്പർ കൊടുക്കുക. എൻട്രി കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി അവിടെ എത്താം. അതുപോലെ നമുക്ക് ഹെഡിങ്സ് എന്ത് വേണമെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് വേണ്ടി ഇതുപോലെ നമ്മൾ ഓരോരോ ടാബിൽ പോയി ചെയ്യുന്ന, ഒരു സെല്ലിൽ പോയി ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് നമുക്കൊരു ഡാറ്റ എൻട്രി ഫോം നമുക്ക് എങ്ങനെ ഇതിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ട്യൂട്ടോറിയൽ. സോ ഐ ഹോപ്പ് യു ആർ എൻജോയ് ദിസ് വീഡിയോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.